ഭയങ്കരമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ആണ്. അപ്പം എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയും അതുപോലെ ഡെലിവറി സ്റ്റോറിയും അപ്പം എത്രയും പെട്ടെന്ന് ഭാവിയായിട്ട് നമ്മൾ രണ്ടുപേരും ഹെൽത്തി ആയിട്ട് വീട്ടിൽ എത്തുക എന്നൊരു ലക്ഷ്യം മാത്രമേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്, അതുപോലെ തന്നെ വീട്ടുകാർക്ക് എല്ലാവർക്കും. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. എനിക്ക് ഫസ്റ്റ് എന്നെയാണ് വിളിച്ചത്. 6:30 പോയിട്ട് 8:30 എന്തോ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് എന്നെ വന്ന് വിളിച്ചു. എന്നെ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടറിനെ പറഞ്ഞാണ് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കിൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയുന്നില്ലല്ലോ, മരിച്ച പോലെ താഴോട്ടൊന്നും അനക്കയില്ല, ഇവിടെ മാത്രമേ അനക്കുള്ളൂ. നമുക്ക് ബോധമുണ്ടല്ലോ. അപ്പം അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഞാൻ അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് കളഞ്ഞത്. എനിക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബാക്കിൽ നല്ല പെയിൻ കാണും, എല്ലാവരും നല്ല പെയിനുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച്. അതും എനിക്ക് വലിയ പെയിനായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ഫീൽ ചെയ്യാത്തായിരിക്കും. പക്ഷെ ഞാൻ യൂട്യൂബിൽ ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് വലിയ പെയിൻ കാരണം തുടക്കത്തിൽ എനിക്ക് ഇഞ്ചക്ഷൻ കിട്ടി, ട്രിപ്പൊക്കെ കിട്ടി എനിക്ക് ഫുൾ എൻ്റെ ബോഡി ഫുൾ അതിനോടൊന്ന് റെസ്പോണ്ട് ചെയ്യാതായി. അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് പ്രത്യേകിച്ച് വേദനയോ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. വാവേനെ എനിക്ക് കാണിച്ചു തന്നു. പെൺകുട്ടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ആഗ്രഹിച്ചത് ഗേൾ ബേബിക്കായിരുന്നു. സത്യമായിട്ടും അത് ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല, ഗേൾ ബേബിക്കായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞത് എൻ്റെ വേറെ കണ്ടിട്ട് ബോയ് ബേബി ആയിരിക്കും. ബോയ് എവിടെ നോക്കിയാലും എല്ലാവരും പറയുന്നത് ഇത് ബോയ് ബേബിയാണ്. പക്ഷെ എനിക്കൊപ്പം ലാസ്റ്റ് ടൈം ഞാൻ വിചാരിച്ചു ബോയ് ആയിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും ഗേൾ ബേബി ആയിരുന്നു ഇഷ്ടം. എനിക്ക് ഉൾപ്പെടെ ഗേൾ ബേബീനെയായിരുന്നു ഇഷ്ടം. പക്ഷെ ഫസ്റ്റ് ഗേൾ ബേബി അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഗേൾ ബേബീനെ തന്നെ കിട്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗേൾ ബേബി. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചുമ്മയാണല്ലേ എന്നൊക്കെ. എൻ്റെ സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ബോയ് ബേബിയാണ് കിട്ടേണ്ടത്. പക്ഷേ നല്ലൊരു പെൺകുട്ടീനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 കോഡ് വാവയുടെ കഴുത്തിൽ നന്നായിട്ട് ചുറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ സമയത്ത് ചെയ്തത് നന്നായി, അല്ലെങ്കിൽ ചിലപ്പോൾ 2 പേർക്കും റിസ്ക് ആയേനെ. ഇപ്പം ചെയ്താൽ നന്നായെന്നൊക്കെ ആ സമയത്ത് പറഞ്ഞു. അതുകൊണ്ട് ഫ്ലൂയിഡും കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ തന്നെ ഫസ്റ്റ് നമ്മൾ ഓപ്പറേഷൻ വാർഡിലാണല്ലോ കിടത്തുന്നത്. ICU വാർഡിൽ കിടത്തുമല്ലോ, ICU അല്ല ഓപ്പറേഷൻ വാർഡിൽ കിടത്തുമല്ലോ. അവിടെ കിടത്തി ഒരു ദിവസം 24 hours നമ്മളെ ഒബ്സർവേഷനിലാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ ട്രിപ്പൊക്കെ തന്നു. പിറ്റേ ദിവസം നമ്മൾ നടക്കണമല്ലോ, എത്രയോ ഒരു 24 hours കഴിഞ്ഞ് നമ്മൾ നടക്കണം. ടോയ്ലറ്റ് വരെ നടന്ന് യൂറിൻ പാസ് ചെയ്താൽ നമ്മുടെ വാർഡിലോട്ട് വിടുകയുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം എണീറ്റ് കഷ്ടപ്പെട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ എനിക്കത് പറയുമ്പോൾ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നന്നായിട്ട് കഷ്ടപ്പെട്ട് അമ്മയുടെ ഹെൽപ്പോടുകൂടെ നടന്നിട്ടാണ്. അവിടെ അതിന് വലിയ ഹെൽപ്പൊന്നും ചെയ്തില്ല. നഴ്സുമാർക്ക് ഹെൽപ്പൊന്നും ചെയ്യില്ല, പറയത്തേ ഉള്ളൂ. കൺട്രാക്ട് വിട്ടിട്ടങ്ങ് പോകും ചെയ്യാന്നൊക്കെ. അങ്ങനെ നടന്ന് ടോയ്ലറ്റ് വരെ പോയി യൂറിനൊക്കെ പാസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വാർഡിലോട്ട് വിട്ടു. പിന്നെ ഞാൻ 5 ദിവസത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വാർഡിൽ കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണ 6 days ആണ്. കാരണം എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അതിന് മുമ്പ് വാവയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. വാവ ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഡേ അല്ല, ഞാൻ അവിടെ അഡ്മിറ്റായി 5 days ഞാൻ കിടന്നു. പിന്നെ വന്നത്. അപ്പോൾ ഒരു 3 days എനിക്ക് വാവേനെ കിട്ടിയിട്ടില്ല. കാരണം വാവയ്ക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഷുഗർ ലോ ആയി. കാരണം ഞാൻ ഷുഗർ ഒന്നും കഴിക്കുന്നില്ലല്ലോ, ഞാൻ കഴിക്കാത്തത് കൊണ്ടാണോ എന്നാണ് എൻ്റെ സംശയം. കാരണം ഞാനൊരു 5 months തൊട്ട് പിന്നെ 5 month അല്ല 7 month തൊട്ട് പിന്നെ 7 monthലാണല്ലോ വെയിറ്റിൻ്റെ കാര്യക്കാരന്. അതിനുശേഷം ഞാൻ ഷുഗറേ കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇതിലാണോ ബാക്കി നന്നായിട്ട് ലോ ഷുഗറായി. അങ്ങനെ ലോ ഷുഗറായി അവളെ NICUലായിരുന്നു. ഒരു 2-3 ദിവസം അവളെ NICUലായിരുന്നു. പിന്നെ ബാക്കി 2 ദിവസം എന്താണ് നമ്മുടെ കയ്യിൽ അവളെ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് 3 days കിട്ടിയില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ അവളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഫസ്റ്റ് ഡേ ഒരു ദിവസം പാൽ മുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് പാലും ഇല്ല. അങ്ങനെ രണ്ടും പ്രശ്നമായി. എനിക്ക് പാലുമില്ല, അവൾക്ക് ഷുഗർ കുറഞ്ഞു പോയി. പക്ഷെ അവൾക്ക് ഷുഗർ കുറയാൻ പാടില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് കിടന്നു കഴിഞ്ഞാൽ അവൾക്ക് ഷുഗർ കുറയുന്ന കരുതിയിട്ട് അവർ NICUവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം NICUവിൽ വെച്ചതിന് ശേഷം ഞാൻ വാർഡിൽ പോയല്ലോ, സാധാ വാർഡിൽ പോയപ്പോൾ അവിടെ നിന്ന് എന്നെ വീൽ ചെയറിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. NICUവിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണം വാവയ്ക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
പക്ഷേ എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് എനിക്കറിയാം C-സെക്ഷൻ കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും, ഭയങ്കര പെയിൻ ആയിരിക്കും. ഒരു ദിവസം പിറ്റേ ദിവസം നമുക്ക് നല്ല പെയിൻ ആയിരിക്കും. ആ ഒരു ഡേ നമുക്ക് NIC വരെയൊക്കെ വീൽ ചെയറിൽ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ബെഡിൽ നിന്ന് യൂറിൻ പോലും പാസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ കിടന്നത്. ആ അവസ്ഥയിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് വീൽ ചെയറിൽ കയറിയിരുന്ന് അവിടെ വരെ പോയി വാവയെ വെച്ച് എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. അവൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫീഡ് ചെയ്യാൻ പറ്റും, നമ്മൾ അടുത്തല്ലേ കിടക്കുന്നത്. പക്ഷെ എഴുന്നേറ്റ് നടന്നു പോകാനുള്ള അവസ്ഥയിലല്ലായിരുന്നു. അങ്ങനെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്ക് വാവയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ്ങും നിന്നു. എനിക്ക് പാലും വന്നിട്ടില്ല ആ സമയത്ത്. വാവ NIC എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതെനിക്ക് കൊണ്ടും വരത്തില്ല. അങ്ങനെ അമ്മ പോയിട്ട് ഇടയ്ക്ക് അമ്മയെ വിളിച്ചിട്ട് ഒരു 15-20 മിനിറ്റ്സ് നമുക്ക് തരും, അത്രയും നേരം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും ടൈമാണ് നമുക്ക് വാവേനെ കാണാൻ കിട്ടുന്നത്, ഒരു ഡേയിൽ കിട്ടുന്നത്. അപ്പം എനിക്ക് പാല് വരുന്നില്ല, അതുകൊണ്ട് അവർ പിന്നെയും കൊണ്ടുപോയി. എനിക്ക് വാവയെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ പോയി വീൽ ചെയറിൽ പോയി കാണാനും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള അവസ്ഥയിലുമില്ല. അങ്ങനെ ഫുള്ളി എനിക്ക് ഇമോഷണലി ഞാൻ 2-3 ദിവസം ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു ആ 3 ദിവസം. അങ്ങനെ പിന്നീട് തരത്തില്ല, NIC-ക്കാർ നമുക്ക് വാവിനെ തരത്തില്ല. ഈ വാവ മാത്രമേ ഉള്ളൂ അവിടെ. ഈ വാവയെ വേറൊരു വാവ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഓക്കെ ആയിരുന്നു. കുറച്ച് ഓക്കെ എന്ന് പറഞ്ഞാൽ മരണവേദനയാണെങ്കിലും വാവയെ കാണാനുള്ള കൊതി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കഷ്ടപ്പെട്ട് വീൽ ചെയറിൽ ഇരുന്നിട്ട് ഞാൻ അവിടെ പോയി ബ്രസ്റ്റ് ഫീഡ് ചെയ്തു. അപ്പോൾ എനിക്ക് പാലില്ല. അങ്ങനെ ഞാൻ പാലില്ലാതെ പിന്നെയും നമ്മുടെ ഓൺ റിസ്കിൽ അവർ നമുക്ക് തന്നു വിടും. അല്ലാതെ നമുക്ക് വാവേനെ തരത്തേ ഇല്ല. കാരണം വാവ അവിടെ വെച്ചിരിക്കുമ്പോൾ വാവയ്ക്ക് എന്താ എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യും തലേ പാല് വരത്തുള്ളൂ. പക്ഷെ എനിക്ക് വാവ പാൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഇവരവിടെ വച്ചേക്കുന്നുണ്ട്. ഇവരവിടെ ലാക്ടോജനോ എന്തോ പൗഡറാണല്ലോ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ എനിക്ക് വാവനെ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വാവനെ വേണം, ഞാൻ പാല് കൊടുത്തോളാം, എങ്ങനെയെങ്കിലും കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ഷുഗറൊക്കെ എല്ലാം നോർമലാണ് അവർക്ക്. പക്ഷെ അവർ തരുന്നില്ല, എനിക്ക് പാലില്ലാത്തതുണ്ട് ഒരു റീസൺ വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വാവേനെ കാണാൻ പറ്റത്തില്ല, ഇത് ഞാൻ എന്തിനാണ് പ്രസവിച്ചത്, എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നാട്ടിൽ കൂടി ഞാൻ വാവിനെയും കൊണ്ടുവന്നു. അങ്ങനെ വാവയെ കൊണ്ടുവന്ന് പിന്നെ നമ്മുടെ കൂടെയാണല്ലോ. പിന്നെ ഞാൻ കൊടുത്ത് അവൾ കുറച്ച് പാല് കുടിക്കാൻ തുടങ്ങി. കാരണം അവൾ അടുത്തുണ്ടെങ്കിൽ മാത്രമേ പാല് വരത്തുള്ളൂ. ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ. അതായത് വെറുതെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് കുറേ ടാബ്ലറ്റും മരുന്നും പൗഡറൊക്കെ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ചപ്പോൾ കുറച്ചായിട്ടൊക്കെ വന്നിട്ട് തുടങ്ങി. അപ്പോൾ അവൾ കുടിച്ചാലേ അത് കൂടുതലായിട്ട് വരും. അങ്ങനെ അത് ഓക്കെ ആയി. അങ്ങനെ എല്ലാം ഓക്കെ ആയി വന്നു. പിറ്റേന്ന് ഞായറാഴ്ച ശനിയാഴ്ച ഞാൻ ഡിസ്ചാർജ് ആകുന്നു അവിടെ നിന്ന്. പിന്നെ അവിടെ നിന്ന് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിടുള്ളൂ. എനിക്കും അവക്കും ഓക്കെയാണ്. എനിക്ക് ഓക്കെ ആയി, എനിക്ക് സ്റ്റിച്ചിലൊന്നും വേറെ പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആണെന്ന് നോക്കി ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. ഭാവിയുടെ കാര്യങ്ങളായിരുന്നു കുറച്ച് പ്രശ്നങ്ങളായിട്ട് നിന്നത്, ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട്. അങ്ങനെ അവർക്കെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആയി. അങ്ങനെ നമ്മൾ ഡിസ്ചാർജായി വീട്ടിലെത്തി. ഇപ്പം നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. വേറെ പ്രശ്നമൊന്നും ഇല്ല, ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പം 2ാമത്തെ വാക്സിനേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബാബ. നല്ല ഉറക്കത്തിലാണ് ആള്, നല്ല ഉറക്കത്തിലാണിപ്പം. ഇപ്പം കുളിപ്പിച്ച് ഫ്രഷായിട്ട് വന്ന് കിടക്കുകയാണ്. രാത്രി ഒറ്റ തുള്ളി ഉറങ്ങിയിട്ടില്ല. ഞാൻ 3 മണിയായിട്ടാണ് ഉറങ്ങിയത്. അപ്പം അറിയാമല്ലോ എന്തായിരിക്കും അവസ്ഥ. നല്ല ഉറക്കത്തിലാണിപ്പം. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളും ഇതുപോലെ എക്സ്പീരിയൻസ് അനുഭവിക്കാൻ പോകുന്നവരും കാണും, സെയിം എക്സ്പീരിയൻസ് അനുഭവിച്ചവരും കാണും. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എപ്പോഴും ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് കുറച്ച് പേര് കാണും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവർക്ക്. എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫുകളുടെ നമ്മളോടുള്ള ഇടപെടൽ. അതാണ് നമുക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു ഫാക്ടർ. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാത്തത്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം എവിടെ പോയാലും ഉണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ ഉണ്ട്. അപ്പം അതിന് ഏത് ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും അത് ഞാൻ കൂടെ പറയുകയാണ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി. ബൈ.